ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, അതായത് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂട്ടൺസ് ലോസ് അറിയാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് ലോസ് എന്താണെന്ന് നിങ്ങളെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം അതിനെ നമ്മളൊന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പോവാം. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി എന്നോട് സംസാരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യില്ല. റൈറ്റ്, ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞിട്ട് നമ്മൾ പോകും. അതിനുശേഷം അടുത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആക്ച്വലി റിയലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാവർക്കും പറയാൻ പറ്റുമോ? റൈറ്റ്, ആർക്കെങ്കിലും ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് എന്നോട് പറയാമോ? ഓക്കെ, എനിക്ക് വൺ വേർഡ് ആൻസർ വേണ്ട, നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാമെങ്കിൽ ഐ എം ഹാപ്പി. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ലോ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ state of rest or uniform motion in straight line unless it is compelled by external forces to change that state. Okay, എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ട്? റൈറ്റ്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വേർഡ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, യെല്ലോ കളറിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വേർഡ്സിനെ പറ്റി ആക്ച്വലി സംസാരിക്കാൻ. ഓക്കെ, എവറി ബോഡി. ഈ എവറി ബോഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും അതിനകത്ത് വരും. ഓക്കെ, ആക്ച്വലി ഈ ലോ എന്താ പറയുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്തടത്തോളം കാലം ഒന്നെങ്കിലും ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. ഇനി അത് ഓൾറെഡി മോഷനിലാണെങ്കിൽ അത് സ്ട്രൈറ്റ് ലൈനിൽ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന. ഓക്കെ, എവറി ബോഡി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡിയും ആണോ? ആണ്. ഓക്കെ, ഇങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് ഇപ്പം എൻ്റെ ഒരു ടൈം ബോംബുണ്ട്. ഓക്കെ, ഞാൻ ആ ബോംബ് ഇവിടെ വെച്ചേക്കുക. ഒരു 5 minutes കഴിയുമ്പോൾ ഈ സാധനം പൊട്ടിത്തെറിക്കും. നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ ബോംബ് അവിടെ ഉണ്ട്. ഈ ബോംബിന്റെ പുറത്ത് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. ഏത് എക്സ്റ്റേണൽ ഫോഴ്സാണ് ഉള്ളത്? ഇല്ല, ഞാൻ ഇവിടെ വെച്ചേക്കോ. സോ ആ സാധനത്തിന്റെ പുറത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണോ ആ നോർമൽ ഫോഴ്സ് ഒക്കെ അത് ആക്ച്വലി കൗണ്ടർ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ഫോഴ്സ് എന്തായാലും 0 ആണ്. റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് വിശ്വസിച്ച് ഇവിടെ ഇരിക്കുന്നത്? റൈറ്റ്. അപ്പോ ഞാനൊരു ബോംബ് ഇവിടെ വെച്ചേക്കുക. 5 minutes കഴിയുന്നു, ഈ സാധനം പൊട്ടിത്തെറിക്കുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ പുറത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. 5 minutes കഴിയുമ്പോൾ ബോംബ് അവിടെ ഇല്ല. ആക്ച്വലി അപ്പൊ ഇതിന്റെ വയലേഷൻ ആണോ? എന്താ? കേട്ടില്ല. സെന്റർ ഓഫ് മാസ്. ഓക്കെ, അതായത് ഇപ്പൊ പറയുന്നത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന നോഷൻ വേണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വർക്ക് ആവാൻ. ഓക്കെ, സെന്റർ ഓഫ് മാസ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യണമെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ വേണം. അത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂട്ടന്റെ തേർഡ് ലോ വേണം. ന്യൂട്ടന്റെ തേർഡ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെന്റർ ഓഫ് മാസ് എന്നൊരു നോഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ന്യൂട്ടന്റെ തേർഡ് ലോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഓക്കെ, അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ആൻസർ പിന്നെ എന്നോട് പറയാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പറയാം. ഓക്കെ, ഇതിപ്പോ ഒരു ബോംബ് ആണെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. റൈറ്റ്, നമുക്ക് എന്തോ പ്രശ്നമുള്ള തോന്നുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോനെ രക്ഷിക്കാനായിട്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ ചെയ്യാൻ പോവാണ്. ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്ന എന്റെ ബോഡീസ്, അതായത് ഇനി തൊട്ടുള്ള എന്റെ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സും ഇല്ലാത്ത ബോഡിയാണ്. അതായത് പൊട്ടിത്തെറിയുന്നൊരു നോഷനേ ഇല്ല, ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഇല്ല. റൈറ്റ്, അങ്ങനെയുള്ള ബോഡീസിന് മാത്രമാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ട്രൂ വർക്ക് ആവുമത്. മേ ബി ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സ് പറഞ്ഞാൽ ബേസിക്കലി എക്സ്പെരിമെന്റൽ സയൻസാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സാധനങ്ങൾക്കും ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ട്. ഇല്ലാത്ത വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആറ്റംസിന്റെ ലെവലിൽ പോയാൽ ആറ്റംസിന് ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനൊക്കെ ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ട്. ആറ്റം പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം പ്രോബ്ലം. പൊട്ടിത്തെറിക്കില്ലെന്ന് വേറെ ക്വസ്റ്റ്യൻ. റൈറ്റ്, പക്ഷെ എക്സാക്ട്ലി സെയിം പ്രോബ്ലം. റൈറ്റ്, ഇന്റേണൽ സ്ട്രക്ചർ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനത്തിന് നിങ്ങൾക്ക് പറയാമോ? ഇലക്ട്രോൺ. റൈറ്റ്, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആക്ച്വലി ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിൾസിന് മാത്രമാണ് ട്രൂ ആണോ? ബിക്കോസ് ഇന്റേണൽ സ്ട്രക്ചർ ഇല്ല, നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ നിങ്ങൾ എത്രയോ കേട്ടിട്ടുണ്ട് ഇലക്ട്രോൺസ് പോലുള്ള സാധനങ്ങൾക്ക് ന്യൂട്ടന്റെ ലോസ് ഒന്നും വാലിഡ് അല്ല. ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിനെയാണ് ആക്ച്വലി അനുസരിക്കാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി സംസാരിക്കുന്നില്ല, നമ്മുടെ എൻ്റയർ ഡിസ്കഷനകത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഇല്ല. സോ ഞാൻ അതൊരു റീസൺ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആക്ച്വലി കരുതുന്നുണ്ടോ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിൾസിന് മാത്രമാണ് ട്രൂ എന്ന്? അല്ല. കേട്ടില്ല. അല്ലല്ല, നമ്മൾ പൊതുവെ നമ്മൾ പറയാറുണ്ട് ആക്ച്വലി ഇലക്ട്രോൺസിന്റെ ഡൈനാമിക്സിനെയൊക്കെ കംപ്ലീറ്റ്ലി ഗവേൺ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ബിക്കോസ് വളരെ ചെറിയ പാർട്ടിക്കിൾസിന്റെ വേൾഡിലെ റൂൾസ് ക്വാണ്ടം മെക്കാനിക്സ്. കേട്ടില്ല. ആക്ച്വലി എന്റെ സൈസ് എത്രയാണ്, എന്റെ മാസ് എത്രയാണ് എന്നാണ് വിഷയം. അതായത് ഇയാളെന്ന് പറഞ്ഞാൽ സിംഗിൾ ഇലക്ട്രോൺ അല്ല, ഒരുപാട് ഇലക്ട്രോൺസ് ഒരുമിച്ച് ചേർന്ന ഒരു വലിയൊരു ഒബ്ജക്റ്റാ. റൈറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോ ആക്ച്വലി ഇലക്ട്രോൺസ് പോലുള്ള സാധനങ്ങൾ ആക്ച്വലി ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറത്ത് സെൽഫ് ഫോഴ്സ് എന്നൊരു നോഷൻ ഉണ്ട്. ബിക്കോസ് അത് ഒരു അസോസിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവും. സോ ആ ഇലക്ട്രോൺസിന്റെ ഫീൽഡ് ഇലക്ട്രോൺസിന്റെ പുറത്ത് തന്നെ പുഷ് ചെയ്യും.
സോ അങ്ങനെ കുറെ നോഷൻസ് ഉണ്ട്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രോൺ പോലുള്ള ഈ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനത്തിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും നമുക്ക് ആക്ച്വലി ആർഗ്യ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇപ്പോൾ ഈ ഫസ്റ്റത്തെ വേർഡ് തന്നെ ആക്ച്വലി നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഞാനൊരു ന്യൂട്ടന്റെ ലോ ഡിസ്പ്രൂവ് ചെയ്യല്ല, ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ ഇടുവാണ്, നിങ്ങൾ തിങ്ക് ചെയ്യുക. നമ്മൾ റിയലി കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സെക്ഷൻ തൊട്ടാ. റൈറ്റ്, ഓക്കെ. എങ്കിൽ അടുത്ത വേർഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്തോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? ആർക്കെങ്കിലും പറയാം, ആർക്കെങ്കിലും ഇതിനകത്ത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കാണിച്ചു തരാമോ? റെസ്റ്റിലാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു സണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കൂ. ഇയാൾ ആക്ച്വലി എർത്തിന്റെ പുറത്തിരിക്കുവാണ്. എർത്ത് ആക്ച്വലി നമ്മൾ എർത്ത് നമ്മൾ എല്ലാവരെയും കൊണ്ട് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുവാണ്. സോ വിത്ത് റെസ്പെക്ട് ടു സൺ നമ്മൾ ആരും റെസ്റ്റിലല്ല. അപ്പൊ എന്താ ആക്ച്വലി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? അങ്ങനെ ഒരു നോഷൻ ഉണ്ടോ? ഓക്കെ, അത് ഒരു സാധനം റെസ്റ്റിലാണോ മോഷനിലാണോ അത് കംപ്ലീറ്റ്ലി റിലേറ്റീവ് ആണ്. സോ നിങ്ങൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഓക്കെ ഞാൻ ഇൻഡിവിജ്വൽ വേർഡ്സ് എടുക്കുന്നുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, റെസ്റ്റും യൂണിഫോം മോഷനും ഒക്കെ ഓൾമോസ്റ്റ് ഒരുപോലത്തെ സംഭവം. അതായത് ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ റെസ്റ്റിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി മൂവ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഒബ്ജക്റ്റ് മോഷനിലായിട്ട് ഞാൻ റെസ്റ്റിലായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ ഈ സംഭവം വർക്ക് ആവത്തുള്ളൂ എന്ന് ചിലപ്പോൾ തോന്നാം. ഓക്കെ, നമുക്ക് അടുത്ത വേർഡ് നോക്കാം. യൂണിഫോം മോഷൻ. എന്താ യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ 9th ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സംഭവം തന്നെ. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുന്നു. എന്താ അതിന്റെ മീനിങ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇനി ഈക്വൽ ടൈം ഇന്റർവെൽ. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവെൽ നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ നോക്കുക, എൻ്റെ ഇരിക്കുന്ന വാച്ച് ഉണ്ട്. ഈ വാച്ചിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ വാച്ചിനകത്ത് എന്തെങ്കിലുമൊക്കെ മെക്കാനിക്കലി കുറെ പ്രശ്നങ്ങളൊക്കെ വരാം. വാച്ച് ആദ്യത്തെ 1 ടിക്കിന്റെ ടൈം ആയിരിക്കത്തില്ല അടുത്തത്. കുറച്ചും കൂടെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള എനിക്ക് ഈക്വൽ ടൈം ഇന്റർവെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അത് പറ്റും. ഓക്കെ, അറ്റോമിക് ക്ലോക്ക് അതിനേക്കാൾ ഒരു സിമ്പിൾസ് ആണ് ഞാൻ ഉണ്ടാക്കുക. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഫിക്സഡ് ഡിസ്റ്റൻസ്, അതായത് ഓക്കെ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആദ്യം ഞാൻ എടുത്തു. റൈറ്റ്, എന്നിട്ട് ഞാൻ ഈ എൻ്റെ നീലോട്ട് ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു ഓക്കെ 1 യൂണിറ്റ് ടൈം അല്ലെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതുവരെ ലൈറ്റ് ട്രാവൽ ചെയ്തെടുത്ത സമയമാണ്. റൈറ്റ്, ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? എനിക്ക് ഇങ്ങനെ 1 സെക്കൻഡ് ഡിഫൈൻ ചെയ്യാമോ? എന്താ പ്രശ്നം? നിങ്ങളെ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ നോക്കണ്ട. സെക്കൻഡ് എസ് മീൻസ് ശരത്. ഓക്കെ, വാക്യൂം ഞാൻ വാക്യൂത്തിൽ എൻ്റെ ഈ സാധനം കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ തൊട്ട് ഇതുവരെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുത്തോ അതാണ് 1 സെക്കൻഡ്. നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈക്വൽ ടൈം ഇന്റർവെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങളുടെ ഒരു കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇൻസ്റ്റന്റിൽ ലൈറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണോ അതേ സ്പീഡിൽ തന്നെയാണ് തൊട്ടടുത്ത ഇൻസ്റ്റന്റിൽ ലൈറ്റ് ആക്ച്വലി മൂവ് ചെയ്യുന്നത്. സപ്പോസ് അങ്ങനെ ചോദിക്കുക, സപ്പോസ് സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടിന്യൂസ്ലി വേരി ചെയ്യുവാണ്. നമുക്ക് എങ്ങനെ അറിയാം? വളരെ ചെറിയ രീതിയിൽ സ്പീഡ് ഓഫ് ലൈറ്റ് വേരി ആണെങ്കിലോ നമ്മുടെ യൂണിവേഴ്സിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണെങ്കിലോ ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ പറയും ഓക്കെ ഇപ്പൊ ഈ ഇൻസ്റ്റന്റിൽ ലൈറ്റിന്റെ ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ട്. സോ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം എടുക്കും. ഓക്കെ, സപ്പോസ് ഒരു 2 days കഴിയുമ്പോൾ ലൈറ്റിന് കുറച്ചും കൂടെ കൂടുതൽ സ്പീഡിൽ ലൈറ്റ് മൂവ് ചെയ്യാൻ പഠിച്ചു. സോ ദാറ്റ് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ കുറച്ച് ടൈം മതി. പക്ഷെ ആ ടൈം ആയിരിക്കും എന്റെ പുതിയ 1 സെക്കൻഡ്. റൈറ്റ്, നിങ്ങൾ എങ്ങനെ ഈക്വൽ ടൈം ഇന്റർവെൽ നിങ്ങൾ വിശ്വസിക്കും ഇനി? കാരണം നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം ലൈറ്റിന്റെ സ്പീഡ് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമെന്ന്. റൈറ്റ്, അത് കൺഫേം ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈക്വൽ ടൈം ഇന്റർവെൽ നോഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ടൈം ഇന്റർവെൽ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഒരു ഫോഴ്സസ് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും അതാണ് ഈക്വൽ ടൈം ഇന്റർവെൽസ്. റൈറ്റ്, അതായത് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഒരു ഫോഴ്സസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ കവർ ചെയ്യാൻ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം സമയം എടുക്കും അതെല്ലാം ഈക്വൽ ടൈം ഇന്റർവെൽസ് ആണ്. പക്ഷെ അങ്ങനെ അടുത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഈക്വൽ ടൈം ഇന്റർവെലിന്റെ ഡെഫിനിഷൻ ആയി പോകും. റൈറ്റ്, നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടൈം ഇന്റർവെലിന്റെ ഡെഫിനിഷൻ ആയി പോകും. പക്ഷെ നമുക്കറിയാം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഈക്വൽ ടൈം ഇന്റർവെലിന്റെ ഡെഫിനിഷൻ അല്ലാതെ വേറെ എന്തോ സംഭവമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ യൂണിഫോം മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ. ഞാൻ അതും അവിടെ മഞ്ഞ കളറിൽ വരച്ചായിരുന്നു. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ. എന്തോ സ്ട്രൈറ്റ് ലൈൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രൈറ്റ് ലൈൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാമോ? ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഇതാ. സ്ട്രൈറ്റ് ലൈൻ എന്താ? സ്ട്രൈറ്റ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഞാനത് ഡെഫിനേഷൻ തരാം. നിങ്ങൾക്ക് അത് വർക്ക് ആവോ അല്ലയോ നിങ്ങൾ പറയുക.
y ഈക്വൽ ടു mx പ്ലസ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കർവാണ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ഡെഫിനിഷൻ ആണോ? എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം അസ്യൂം ചെയ്തു. നിങ്ങളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു, ആൻഡ് ഈ രണ്ട് സാധനങ്ങളും സ്ട്രൈറ്റ് ലൈനാണ്. സ്ട്രൈറ്റ് ലൈൻ എന്ന നോഷൻ ഓൾറെഡി ഇല്ല, നിങ്ങൾ എങ്ങനെ എക്സ് വൈ ആക്സിസിൽ വരയ്ക്കുന്നത്? ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി സ്ട്രൈറ്റ് ലൈൻ എന്നൊരു നോഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ് വൈ ആക്സിസ് സിസ്റ്റം തന്നെ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. ഇൻ ദാറ്റ് സിസ്റ്റം നിങ്ങൾക്ക് പറയാം y ഈസ് ഈക്വൽ ടു mx പ്ലസ് എന്നുള്ള ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനെയാണ്. ഞാനിപ്പോൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് എന്ന് പറഞ്ഞു. ഈ വൈയും എക്സും ഈ എക്സ് ആക്സിസും വൈ ആക്സിസും തന്നെ ആവേണ്ട ആവശ്യമുണ്ടോ അത് സ്ട്രൈറ്റ് ലൈൻ ആവാൻ? അതോ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയാൽ മതിയോ? അത് ഞാൻ ഇക്വേഷൻ പറയുന്നത് r is equal to m theta plus c, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണോ അല്ലയോ? r എന്ന് പറഞ്ഞ ഒറിജിനൽ ഉള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു m theta plus c, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണോ അല്ലയോ? നിങ്ങൾ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു സ്പൈറൽ കിട്ടും. അത് സ്ട്രൈറ്റ് ലൈൻ അല്ല. റൈറ്റ്, സോ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ലൈൻ y is equal to mx plus c ആവണമെങ്കിൽ ആ എക്സും വൈയും എക്സ് ആക്സിസും വൈ ആക്സിസും ആയിരിക്കണം, അത് സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കണം. സോ നിങ്ങൾ ആക്ച്വലി അവിടെ ക്വസ്റ്റ്യൻ തന്നെ ബെഗ് ചെയ്യുവാണ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ എന്താണ് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ തന്നെ ആദ്യമേ അസ്യൂം ചെയ്യുവാണ്. സോ അത് പറ്റില്ല. ഓക്കെ, ഞാൻ തുടങ്ങി തന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിനിഷൻസ് ഉണ്ടോ സ്ട്രൈറ്റ് ലൈൻ എന്താണെന്ന് യൂണിക്ലി സ്പെസിഫൈ ചെയ്യാൻ? ഓക്കെ, മിക്കവാറും എന്റെ സ്റ്റുഡൻസ് എന്നോട് ഫസ്റ്റ് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അത് നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഞാൻ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്ത് ഞാൻ ആ പോയിന്റ് ഇടയ്ക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന കർവ് ഏതാണോ അതാണ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അതായത് ഞാൻ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഈ 2 പോയിന്റ്സിനിടയ്ക്ക് ഞാൻ ഒരുപാട് കർവ് വരയ്ക്കും. ഇതിൽ ഏത് കർവിനാണോ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ളത് അതാണ് സ്ട്രൈറ്റ് ലൈൻ. എങ്ങനെയാണ് ഡെഫിനേഷൻ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു ഡെഫിനേഷൻ അല്ല, ഇത് സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു പ്രോപ്പർട്ടിയാ. ഞാൻ ഈ ഡെഫിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് അൺആംബിഗ്യൂസ് ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? 2 പോയിന്റ് എടുക്കും, നിങ്ങളൊരു കർവ് വരയ്ക്കും, എന്നിട്ട് വേറൊരു കർവ് വരയ്ക്കും, കമ്പയർ ചെയ്യും ലെങ്ത് ഏതിനാ കുറവെന്ന്, എന്നിട്ട് നിങ്ങൾ വേറൊരു ലൈൻ വരയ്ക്കും, പിന്നെയും കമ്പയർ ചെയ്യും. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എററിൽ കൂടെ ഫൈനലി നിങ്ങളൊരു കർവിൽ നിങ്ങൾ എത്തിച്ചേരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആ സാധനം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ സർക്കിൾ. എന്തോ സർക്കിളിന്റെ ഡെഫിനേഷൻ? സർക്കിളിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും ഒരു പർട്ടിക്കുലർ പോയിന്റിന് ഫിക്സഡ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള സെറ്റ് ഓഫ് പോയിന്റ്സ്, അതാണ് സർക്കിൾ. ഞാൻ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺആംബിഗ്യൂസ് ആയിട്ട് സർക്കിൾ എന്ന് പറയുന്ന കർവ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. റൈറ്റ്, ഞാൻ ഈക്വലന്റ്ലി വേറൊരു ഡെഫിനേഷൻ ഞാൻ തരാം. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവൻ പെരിമീറ്ററിൽ, ഓക്കെ, അതായത് ഒരു ഫിക്സഡ് പെരിമീറ്ററിൽ മാക്സിമം ഏരിയ ഉള്ള ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ് സർക്കിൾ. ഇതും ട്രൂ അല്ലേ? അതായത് ഒരു ഫിക്സഡ് പെരിമീറ്ററിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഏരിയ ഉള്ള ഒരു ക്ലോസ്ഡ് ഷേപ്പ് ആണ് ആക്ച്വലി സർക്കിൾ. റൈറ്റ്, സർഫസ് ടെൻഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? റൈറ്റ്, ഓക്കെ, സോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ സർക്കിളിന്റെ ഒരു ഡെഫിനേഷൻ ഒന്നും തന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അൺആംബിഗ്യൂസിറ്റി സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ടാക്കും, അതുകൊണ്ട് വേറൊരു കർവ് ഉണ്ടാക്കും, നിങ്ങൾ കമ്പയർ ചെയ്യും ഇതിന് ഏതിനാ ഏരിയ കൂടുതലെന്ന്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് ഏരിയ കൂടുതലാണെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ പറയും ഇതാണ് ഇപ്പോഴത്തെ സർക്കിൾ. ഇനി നിങ്ങൾ വേറൊരു ഷേപ്പ് ഉണ്ടാക്കും, കുറച്ചും കൂടെ ഏരിയ കൂടുതൽ നിങ്ങൾ പറയും ഇതാണ് എന്റെ സർക്കിൾ. ഇവഞ്ച്വലി നിങ്ങൾ ഫൈനലി ഈ ഷേപ്പിൽ എത്തിച്ചേരും. സോ നിങ്ങൾ അവിടെ പറയുന്ന സർക്കിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, സർക്കിളിന്റെ ഡെഫിനേഷൻ അല്ല. ഡെഫിനേഷൻ വന്നാൽ നിങ്ങൾക്ക് അൺആംബിഗ്യൂസ്ലി ഡ്രോ ചെയ്യാൻ പറ്റണം. സോ സ്ട്രൈറ്റ് ലൈൻ്റെ ഡെഫിനേഷൻ വേറെ എന്തെങ്കിലും സജഷൻ ആർക്കെങ്കിലും ഉണ്ടോ സ്ട്രൈറ്റ് ലൈൻ്റെ ഡെഫിനേഷന്? ഓക്കെ, ഞാൻ വേറൊരു ഡെഫിനേഷൻ തരാം. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പാത്ത് ഏതാണോ അതാണ് സ്ട്രൈറ്റ് ലൈൻ. അത് നിങ്ങൾ എഗ്രി ചെയ്തില്ലേ? വാക്യൂത്തിലാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പാത്ത് ഏതാണോ അതാണ് സ്ട്രൈറ്റ് ലൈൻ. ഞാനവിടെ വാക്യൂം കൺസ്ട്രക്ട് ചെയ്യും, ഞാൻ ഈ പോയിന്റിൽ ആ പോയിന്റിലോട്ട് ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കും, ഏത് കർവാണെന്ന് നോക്കുക, അതാണ് സ്ട്രൈറ്റ് ലൈൻ. അത് എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയോ? ആക്ച്വലി നിങ്ങൾ തിങ്ക് ചെയ്യുവാണോ? നമ്മള് അത്തരം എക്സ്ട്രീം എഫക്ട്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഗ്രാജുവലി ആ സാധനങ്ങൾ ബിൽഡ് ചെയ്യും. റൈറ്റ്, ഓക്കെ, റൈറ്റ്. ആക്ച്വലി നമ്മൾ ആ സെക്ഷൻ വരുമ്പോൾ ഞാൻ ഇപ്പൊ ഈ പറയുന്ന ആർഗ്യുമെന്റ് നമ്മുടെ വാലിഡിറ്റി ഉണ്ട്. റൈറ്റ്, ഓക്കെ. ന്യൂട്ടൺ എന്തായാലും ബ്ലാക്ക് ഹോളിനെ പറ്റി അറിയില്ല. ഓക്കെ, അപ്പൊ ആക്ച്വലി സ്ട്രൈറ്റ് ലൈൻ ഡിഫൈൻ ചെയ്യാൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ 9th ചോദിക്കായിരുന്നു. സ്ട്രൈറ്റ് ലൈൻ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എങ്കിലല്ലേ നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈനിൽ പോകും. അപ്പൊ ആദ്യം സ്ട്രൈറ്റ് ലൈൻ എന്താണെന്ന് പറയണ്ടേ? ഓക്കെ, അപ്പൊ ആക്ച്വലി ലൈറ്റ് മൂവ് ചെയ്യുന്ന പാത്ത് ഏതാണോ അതാണ് സ്ട്രൈറ്റ് ലൈൻ. അതെല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ അറിയാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിനയാണ്. റൈറ്റ്, അതായത് ചാർജസ്, കറണ്ട്സ്, ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് ആണ് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാവുന്ന സാധനമാണ് ആക്ച്വലി ലൈറ്റ്. അതായത് നിങ്ങൾ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിന എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇല്ലെന്ന്. ബിക്കോസ് എങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ സ്ട്രൈറ്റ് ലൈൻ എന്നൊരു നോഷൻ നിങ്ങൾക്കുള്ളൂ. സോ അതാണ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ,
അടുത്തത് അൺലെസ് ഇറ്റ് കമ്പൽഡ് ബൈ an external force. എന്താ എക്സ്റ്റേണൽ ഫോഴ്സ്? ബേസിക് നമ്മുടെ കോമൺ സെൻസ് ആണ്. നിങ്ങൾ എന്താ നിങ്ങൾക്ക് അതിനെപ്പറ്റി ആക്ച്വൽ ഫീലിങ്സ് അത് പറയൂ. അതായിരിക്കും ഞാൻ എഗ്രി ചെയ്യാൻ പോകുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ്, പുഷ് ഓർ പുൾ. റൈറ്റ്, എനിക്ക് അറിയാം ഈ സാധനം ഇപ്പം ഞാൻ ഇതിന്റെ പുറത്ത് പുഷ് ചെയ്യുന്നു, അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഞാൻ പിടിച്ച് വലിക്കുന്നു, അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിപ്പോൾ ഈ സാധനം ഇവിടെ വയ്ക്കുന്നു, ഞാൻ കൈവിടുന്നു, ഈ സാധനം താഴോട്ട് പോയി. അതായത് ഈ സാധനം തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്തു. ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു, ഇതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. അതായത് ഈ സാധനം ആക്സലറേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും പുഷ് ഓർ പുൾ കണ്ടോ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ഫോഴ്സ് ഉണ്ടെന്ന്? അതായത് നിങ്ങൾ പറയുവാണ് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ സാധനം താഴോട്ട് ആക്സലറേറ്റ് ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ആർഗ്യുമെന്റ് ഇപ്പോൾ ഒരു സർക്കുലർ ലൂപ്പായി. അതായത് ഈ ഒബ്ജക്റ്റ് എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഏതോ ഒരു ഫോഴ്സ് ഉണ്ടെന്ന്. ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ സാധനം താഴോട്ട് പോകത്തുള്ളൂ. മനസ്സിലായി? നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് ഒന്നും കാണുന്നില്ല, പക്ഷെ ഈ സാധനം താഴോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾ പറയുവാണ് ഇവിടെ ഫോഴ്സ് ഉണ്ടെന്ന്. നിങ്ങൾ ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഒരു സാധനം ആക്സിലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫോഴ്സ് ഉണ്ടായി എന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി പ്രൂവ് ചെയ്യണം ഇവിടെ ഗ്രാവിറ്റി ഉണ്ട്, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഈ സാധനം താഴോട്ട് പോയെന്ന്. ഓക്കെ, അതായത് ഈ സാധനം താഴോട്ട് പോയി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഫോഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അതിനെ ഓൾറെഡി പറയുന്നത് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ സാധനം താഴോട്ട് പോകത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ പറയുന്നു താഴോട്ട് പോയതിന്റെ റീസൺ ഫോഴ്സ് ആണ്, എക്സസ് ഗ്രാവിറ്റി. റൈറ്റ്. സോ അപ്പൊ ഈ സാധനം ഓവറോൾ വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളുടെ രണ്ട് സിസ്റ്റംസ് ഉണ്ട്, ഈ രണ്ട് സിസ്റ്റംസും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയോ അറിയാം. എങ്കിൽ അവർക്കിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എന്താണ് എന്നതിന്റെ ഈ ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസിന്റെ ടേംസിൽ നിങ്ങൾ സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. സോ നിങ്ങളുടെ ഇപ്പൊ എന്തോ ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾ അതിനെയായിരിക്കും ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. റൈറ്റ്. എന്നിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ആക്സലറേഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ലബോറട്ടറിയിൽ ആ സാധനം വെരിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു സയന്റിഫിക് തിയറി ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സർക്കുലർ ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോനെ പറ്റി ഒരുപാട് പറഞ്ഞു. അടുത്തത് സെക്കൻഡ് ലോ. റൈറ്റ്. സെക്കൻഡ് ലോ എന്താണ്? ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എം ഇൻറ്റു വി. ഓക്കെ, എം ഇൻറ്റു വി എന്ന കോമ്പിനേഷനാണ് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മൊമെന്റം എന്നാ വിളിക്കുന്നത്. റൈറ്റ്. ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാലോ, ഡി ബൈ ഡി ടി ഓഫ് എം ബി. അത് പരിചയമില്ലാത്ത ആരും ഇല്ലല്ലോ ഇതിനകത്ത്. ഞാൻ മാത്തമാറ്റിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു കംപ്ലീറ്റ്നസിന് വേണ്ടിയിട്ട് എഴുതിയതാണ് ഞാനത്. ഓക്കെ, ഇങ്ങനെ എവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു ഓൾറെഡി ഇതായി കിടക്കുന്ന ഈ ഫോഴ്സിനെ പറ്റി നമ്മൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ബിക്കോസ് ഈ ഫോഴ്സ് പുഷ് ഓർ പുൾ ആണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും കോൺടാക്ട് ഇല്ലാത്ത ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇത്തരം ഫോഴ്സസ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ്ലി പ്രൂവ് ചെയ്യണം അവിടെ ഫോഴ്സ് ആദ്യമേ ഉണ്ടെന്ന്. റൈറ്റ്. നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, ഈ ഒബ്ജക്ട്സിനിടയിലുള്ള ഇന്ററാക്ഷനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ സാധനം എന്താണെന്ന് അറിയാം, ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. ഈ ഇക്വേഷൻ അതിന് എന്തും കൂടെ അറിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പറയോ? വെലോസിറ്റി നമ്മുടെ ഡെഫിനിഷനാണ്. റൈറ്റ്. ബിക്കോസ് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ഡി ബൈ ഡി എക്സ് ആക്ച്വലി വെലോസിറ്റി. സോ അത് നമ്മൾ ആക്ച്വലി ഇതിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ എന്തായാലും സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ വെലോസിറ്റിക്ക് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനകത്ത് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ ഇക്വേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എം എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എമ്മിന്റെ വാല്യൂ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു സാധനം എടുത്തിട്ട് വെറുതെ ഓക്കെ ഇത് 1 കിലോഗ്രാം, ഇത് 2 കിലോഗ്രാം എന്ന് നിങ്ങൾ കൊടുക്കും. നിങ്ങൾ അങ്ങനെ കൊടുക്കാം, പക്ഷെ നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്സിന്റെ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് പിന്നെ. ബിക്കോസ് ഈ എഫ് പക്ക എക്സ്പെരിമെന്റ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. റൈറ്റ്. ആൻഡ് എം നിങ്ങൾ തോന്നിയത് പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആക്സിലറേഷൻ തോന്നിയ പോലത്തെ ഒരു നമ്പർ ആയിരിക്കും. അത് ലബോറട്ടറി വെരിഫൈ ചെയ്യുമ്പോൾ അതുപോലെ വരണമെന്നില്ല. റൈറ്റ്. സോ ഈ മാസ് എന്താണെന്ന് നിങ്ങൾ പ്രോപ്പർലി ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒരു സാധനത്തിന്റെ മാസ് എങ്ങനെയാണെന്ന്? നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഈ ഇക്വേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് ഈ ഇക്വേഷൻ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം, എം നിങ്ങൾക്ക് അറിയില്ല, വി നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതാണ്. റൈറ്റ്. ഒരു ഇക്വേഷൻ അത് 2 ഇൻഫർമേഷൻ വരില്ല. സോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ന്യൂട്ടന്റെ അടുത്ത ലോ ഉണ്ട്, അതാണ് തേർഡ് ലോ. തേർഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ 2 ഒബ്ജക്ട്സ് ഉണ്ട്, ഈ 2 ഒബ്ജക്ട്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് ആണ് F12 F21. ഇത് 2 ജസ്റ്റ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, എല്ലാവരും ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഓക്കെ, ഈ കുറച്ച് മാത്തമാറ്റിക്സ് ഞാൻ വെറുതെ എഴുതുവാണ്. റൈറ്റ്. നിങ്ങൾക്ക് എന്തായാലും പറയാം F12 ഈസ് ഈക്വൽ ടു, അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് M2 V2. ഓക്കെ, M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്. ഓക്കെ, എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് വെറുതെ എഴുതാമല്ലോ, അതിന് ചിലവൊന്നുമില്ലല്ലോ.
ഞാൻ m2 v2 എന്ന് എഴുതി. F21 is equal to d by dt of m1 v1. റൈറ്റ്? ഓക്കെ, ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും ഞാൻ പരസ്പരം ആഡ് ചെയ്യുവാണ്. ആൻഡ് ആ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട്, അതായത് ഈ രണ്ട് സാധനം ജസ്റ്റ് ഒരു മൈനസ് സൈൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ റിലേഷൻഷിപ്പ് കിട്ടും, അതായത് d by dt of m1 v1 plus m2 v2 equal to 0. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. ബിക്കോസ് ഈ സംഭവം എന്താണ്? സം ഓഫ് മൊമെന്റം, അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ മൊമെന്റം പ്ലസ് രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മൊമെന്റം, ഇതിന്റെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ അകത്ത് കിടക്കുന്ന സാധനം കോൺസ്റ്റന്റ്. അതായത് നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തേ. ഇതിനകത്തുനിന്ന് ആക്ച്വലി നിങ്ങൾക്ക് മാസ് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണ്, നോക്കിക്കോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായത് ഈ കിടക്കുന്ന ക്വാണ്ടിറ്റി, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി, ഇതിന്റെ കോമ്പിനേഷൻ, അതായത് ഈ പ്രോഡക്റ്റിന്റെ സം, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അതായത് നിങ്ങൾ രണ്ട് പാർട്ടിക്കിൾസ് എടുക്കുന്നു, ഇനിഷ്യലുള്ള മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിന്റെ സം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ഈക്വൽ ആണ്. അതാണ് ആക്ച്വലി ഈ റിലേഷൻഷിപ്പ്. ഇതിനകത്ത് നിങ്ങൾക്ക് സിംപ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ m1 ഡിവൈഡഡ് ബൈ m2 ഈസ് ഈക്വൽ ടു മൈനസ് v2. സോ നിങ്ങൾക്ക് ഈ സാധനം എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യാം, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്? ഓക്കെ, ആൻഡ് m2 എന്നാൽ നിങ്ങളുടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ ഏതോ ഒരു ഒബ്ജക്റ്റ് ആണ് m2. ഓക്കെ, ഞാൻ അതിന് ഇനി തൊട്ട് എന്റെ 1 യൂണിറ്റ് ഓഫ് മാസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് എന്താണ് മറ്റേ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറഞ്ഞു തരും. അതായത് ഇത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്യാം, വെലോസിറ്റി ഡിഫറൻസസ്. റൈറ്റ്? m2, അതായത് രണ്ട് ഒബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ, ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു സാധനം 8 കിലോഗ്രാം എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ ആക്ച്വലി മീൻ ചെയ്യുന്നത്? കിലോഗ്രാം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ 8 ടൈംസ് എന്നാണ്. റൈറ്റ്? സോ നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫൈഡ് ക്വാണ്ടിറ്റിയുടെ മൾട്ടിപ്പിൾ ആയിട്ടേ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ 1 ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിനകത്ത് ഇതിന്റെ ഇത്രയും മൾട്ടിപ്പിൾ ഉണ്ടതാണ്. റൈറ്റ്? ഞാൻ ത്രൂ ദാറ്റ് ഡെഫിനേഷൻ ഞാൻ ഒരു സാധനം ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ബിഫോർ ഞാനിത് എഴുതുന്നതിന് മുമ്പ് എനിക്കറിയില്ല ഇതിനകത്ത് എത്ര ഈ സാധനം ഉണ്ടെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഫീൽ കിട്ടത്തേ ഉള്ളൂ, പക്ഷെ അത് ഫിസിക്സ് സാറ്റിസ്ഫൈ ഇല്ല. ഫിസിക്സിന്റെ റൂൾസ് വേണം നിങ്ങൾക്ക് തരാം. ബിക്കോസ് നിങ്ങൾ എൻഡ് ഓഫ് ദ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫിസിക്സിന്റെ ഇക്വേഷനകത്ത്. നേച്ചർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറില്ല. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഇനി നമ്മൾ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ലോയിനെ രക്ഷിക്കാൻ നമ്മൾ ചെയ്തൊരു കുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഡിഫൈൻ ചെയ്തു. റൈറ്റ്? സെന്റർ ഓഫ് മാസ് എന്ന നോഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ആക്ച്വലി ന്യൂട്ടന്റെ തേർഡ് ലോ വേണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോവുക, നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് തേർഡ് ലോ എന്നൊരു നോഷൻ ഇല്ല, നിങ്ങൾക്ക് ഒരിക്കലും സെന്റർ ഓഫ് മാസ് എന്ന കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലോട്ട് പോകണമെങ്കിൽ ആക്ച്വലി തേർഡ് ലോ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, തേർഡ് ലോ ട്രൂ ആണോ ഓൾവേസ്? ഞാൻ പറയുന്നത് അൺനോൺ ആയിട്ടുള്ള സംഭവമല്ല, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്തൊരു സിനാരിയോ പറയാവോ? കേട്ടില്ല? ഓക്കെ, എല്ലാ സിറ്റുവേഷൻസിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. അത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനാരിയോ നിങ്ങൾ ഓൾറെഡി എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടക്ടറാണ്, ഇതിനകത്തൂടെ ഐ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു കണ്ടക്ടറാണ്, ഇതിനകത്തൂടെ ഐ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ രണ്ട് കണ്ടക്ടറിനിടയ്ക്കുള്ള മാഗ്നറ്റിക് ഫോഴ്സ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ബിക്കോസ് ഇതിനകത്ത് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഇതൊരു മാഗ്നറ്റ് ആണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. സോ അവന്റെ പുറത്തും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ മറ്റേ V ക്രോസ് B ഒക്കെ വെച്ച് പണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ആ റൂൾസ് പോയി നോക്കുക. എന്നിട്ട് മറ്റേ ഈ പരിപാടിയൊക്കെ വെച്ചിട്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് കണ്ടക്ടേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ മറ്റോ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രോബ്ലത്തിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടന്റെ തേർഡ് ലോ സാറ്റിസ്ഫൈ പെടും എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ചില എക്സെപ്ഷണൽ കേസസുകൾ പറ്റും. രണ്ടും പാരലൽ കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടന്റെ തേർഡ് ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്കൊരു സ്ലൈറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഫോഴ്സസ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കത്തില്ല. ഒന്ന് അങ്ങോട്ടും മറ്റൊന്ന് ഇങ്ങോട്ടും ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്ന കേസസിൽ ന്യൂട്ടന്റെ ലോസ് യൂസ് ചെയ്യരുത്, തേർഡ് ലോ യൂസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്നത് ന്യൂട്ടൺസ് ലോ പലയിടത്തും വർക്ക് ആവില്ല എന്ന്, പക്ഷെ നമ്മൾ വളരെ സക്സസ്ഫുള്ളി എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് ആൻസർ ചെയ്യില്ല, ബിക്കോസ് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫെമിലിയർ ആണ്. ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്യുക.